എല്ലാം മറക്കാൻ നിലാവേ. അത് എസ് രമേശൻ നായർ എഴുതിയതിന് ശേഷം കമ്പോസ് ചെയ്ത. അങ്ങനെ ചോദിച്ചു, സുരേഷ് തന്നെയാണ് അത് ചോദിച്ചത്, നിങ്ങളൊരെണ്ണം എഴുതിത്താ ഞാൻ റെഡിമെയ്ഡിൽ നിന്ന് ലിറിക്സ് ഉണ്ടാക്കണ്ടേ, അത് വേണ്ട ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് വളരെ മനോഹരമായിട്ട് അപ്പം തന്നെ ചെയ്തു. പിന്നെ മറ്റൊന്ന് സുരേഷിൻ്റെ വേറൊരു പ്രത്യേകത, ട്യൂൺ നമ്മളെ പാടി കേൾപ്പിക്കുമ്പോൾ പുള്ളി എന്തെങ്കിലും ഒരു വേർഡ് അതിൻ്റെ മുമ്പിൽ കയറ്റും. അങ്ങനെ പുള്ളി കയറ്റിയ വേർഡാണ് സോനാറേ സോനാറേ എന്നുള്ളത്. അത്രയും സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ രമേശ് സാർ എഴുതിയതാണ്. പക്ഷേ ഈ സോനാറേ പുള്ളിയുടെയാണ് ശരിക്കും. അതുപോലെ ബെല്ല 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 അതും സുരേഷിൻ്റെ ലൈൻസാണ് ശരിക്കും. അങ്ങനെ അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ മോഡ് കൃത്യം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ ആണല്ലോ ഇടുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് ആണ്, 24 അവർ തലയിൽ ഇതാണ്. കുളിക്കാൻ പോകുമ്പോഴും എല്ലാം തിരിച്ചു വരുമ്പോൾ ഒരു മ്യൂസിക് റെഡി ആയിട്ടുണ്ടെന്ന് പറയും. പിന്നെ പിന്നെ ബേസിക്കലി ഹീസ് എ ഡ്രമ്മറാണ്. അതുകൊണ്ട് ഒരു ബ്രീഫ് കേസ് കിട്ടിയാൽ അതിൽ കൊട്ടിയിട്ട് ഒരു മ്യൂസിക് ശരിക്കും റിതമിക്കാണ് പുള്ളിയുടെ, കൂടുതലും റിതമിക്കാണ് സുരേഷിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒരു ബോക്സേൽ കൊട്ടിയിട്ടാണ് ടക്കട്ട 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 ഇങ്ങനെ. ഇതാണ് കടമിഴിയിൽ കമ്മലതെല്ലാം നായി മാറുന്നത്. അതിൽ ആ റിതമിക്കായിട്ട് ലിറിക്ക് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ മെലഡിയോ അതുപോലെ മെലഡിയും പാടും.